നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ബൈക്ക് പോസ്റ്റിലിടിച്ച് യുവാക്കൾക്ക് ദാരുണാന്ത്യം. ചിറക്കര സ്വദേശികളായ വൈശാഖ്, അജീഷ് എന്ന കണ്ണൻ എന്നിവരാണ് മരിച്ചത്. കല്ലുവാതുക്കൽ ചിറക്കര റോഡിൽ ശാസ്ത്രി ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ. CR മഹേഷ് MLA-ക്കെതിരെ പ്രതിഷേധം ശക്തം. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി MLA-യുടെ കോലം കത്തിച്ചു. കരുനാഗപ്പള്ളി ടൗണിലായിരുന്നു പ്രതിഷേധം. ശാസ്താംകോട്ട ഭരണിക്കാവ് ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോം ഗാർഡിന് തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്കു. പന്മന ആറുമുറിക്കടയിൽ തെരുവ് നായക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ആട് ചത്തു. 20-ലധികം വരുന്ന നായക്കൂട്ടം വളഞ്ഞിട്ട് ആടിനെ ആക്രമിക്കുകയായിരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ബൈക്ക് പോസ്റ്റിലിടിച്ച് യുവാക്കൾ മരിച്ചു. ചിറക്കര സ്വദേശികളായ വൈശാഖ്, അജീഷ് എന്ന കണ്ണൻ എന്നിവരാണ് മരിച്ചത്. കല്ലുവാതുക്കൽ ചിറക്കര റോഡിൽ ശാസ്ത്രി ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കല്ലുവാതുക്കലാണ് ബൈക്ക് പോസ്റ്റിലിടിച്ച് 2 പേർ മരിച്ചത്. ചിറക്കര സ്വദേശികളായ വൈശാഖ്, അജീഷ് എന്ന കണ്ണൻ എന്നിവരാണ് മരിച്ചത്. കല്ലുവാതുക്കൽ ചിറക്കര റോഡിൽ ശാസ്ത്രി ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ നിന്നും രാത്രി 9:30 ചിറക്കര ഭാഗത്തേക്ക് പോയ ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത്. ഇരുവരെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചു. പാരിപ്പള്ളി പോലീസ് കേസെടുത്തു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട ഭരണിക്കാവ് ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോം ഗാർഡിന് തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. പോരുവഴി ഇടയ്ക്കാട് തെക്ക് സ്വദേശി G തുളസീധരനാണ് നായയുടെ കടിയേറ്റത്. വാഹന ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന തുളസീധരനെ അപ്രതീക്ഷിതമായി എത്തിയ തെരുവ് നായ ആക്രമിക്കുകയായിരുന്നു. ശാസ്താംകോട്ട ഭരണിക്കാവ് ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോംഗാർഡിനാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പോരുവഴി ഇടയ്ക്കാട് തെക്ക് അഖിൽ ഭവനത്തിൽ G തുളസീധരനാണ് നായയുടെ കടിയേറ്റത്. വാഹന ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന തുളസീധരനെ അപ്രതീക്ഷിതമായി എത്തിയ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. വലതുകാലിന് ആഴത്തിൽ കടിയേറ്റ ഇദ്ദേഹത്തെ ഉടൻ തന്നെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകി. ഭരണിക്കാവ് ജംഗ്ഷനിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. തിരക്കേറിയ ജംഗ്ഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് തന്നെ കടിയേറ്റ സംഭവത്തിൽ നാട്ടുകാരും യാത്രക്കാരും ആശങ്കയിലാണ്. തെരുവുനായ ശല്യത്തിനെതിരെ അധികൃതർ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കായംകുളത്ത് 42-കാരി പാമ്പ് കടിയേറ്റു മരിച്ചു. ചേരാവള്ളി വടക്കേത്തോപ്പിൽ സെലീനയാണ് മരിച്ചത്. കൊറ്റുകുളങ്ങരയിൽ വെച്ചാണ് സെലീനയ്ക്ക് പാമ്പ് കടിയേറ്റത്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തെരുവ് നായ്ക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ആട് ചത്തു. പന്മന ആറുമുറിക്കടയിലാണ് സംഭവം. 20-ലധികം വരുന്ന നായക്കൂട്ടം വളഞ്ഞിട്ട് ആടിനെ ആക്രമിക്കുകയായിരുന്നു. ഭവിച്ചത് ഞാൻ ഒരു 3 മണിക്ക് ആയപ്പം 3 ആടിനെ കൊണ്ടൊന്നും അവിടെ കെട്ടിയിട്ടിട്ട് അകത്തോട്ട് കയറിയ സമയം കൊണ്ടൊരു 10-25 പട്ടികളുണ്ടായിരുന്നു. കൂട്ടത്തോടെ വന്ന് ആക്രമിച്ച് ഒരു ആടിനെ കടിച്ച് അതിൻ്റെ കരുത്തിനും എല്ലാം കടിക്കുകയായിരുന്നു. പന്മന ആറുമുറിക്കട ചേമത്ത് മുഹമ്മദ് കുഞ്ഞിന്റെ വീട്ടിലെ ആടിനെയാണ് സമീപത്ത് മേയുന്നതിനിടെ 20-ലധികം വരുന്ന നായ്ക്കൂട്ടം വളഞ്ഞിട്ട് ആക്രമിച്ചത്. മറ്റ് 2 ആടുകളെ ആക്രമിക്കാനുള്ള ശ്രമം വീട്ടുകാർ എത്തിയതോടെ വിഫലമായി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5-നായിരുന്നു സംഭവം. ആടിന്റെ കഴുത്തിനാണ് കടിയേറ്റത്. വെറ്റിനറി ഡോക്ടർ എത്തി പരിശോധിച്ചപ്പോഴേക്കും ആട് ചത്തിരുന്നു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. 3നെയും ഓടി വന്നില്ലായിരുന്നെങ്കിൽ 3നെയും കടിച്ചു വന്നേനെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ അടുത്ത് നേരത്തെയും 2-3 വട്ടം പരാതി കൊടുത്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ നേരത്തെ മുൻപ് പന്മന പഞ്ചായത്തിന് പന്മനയിലെ ഒരു സ്ത്രീ പട്ടി അടിച്ച് മരിച്ച്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് വരെ കോടതി കിടപ്പുണ്ട്. ഇതുവരെ ഒരു നടപടിയും തെരുവായപ്പറ്റി ശല്യം രൂക്ഷമായതും ബന്ധപ്പെട്ട് ഒരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ചവറ. പത്തനാപുരം സെന്റർ ഓർത്തഡോക്സ് കൺവെൻഷന് തുടക്കമായി. അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷൻ 26-ന് സമാപിക്കും.
പത്തനാപുരം സെന്റർ ഓർത്തഡോക്സ് കൺവെൻഷന് തുടക്കമായി. മൗണ്ട് താബോർ ദേറ തോമാമാർ ദിവന്യാസിയോസ് നഗറിൽ കൺവെൻഷൻ പ്രസിഡന്റ് അടൂർ കടമ്പനാട് ഭദ്രസ്ഥാനാധിപൻ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു. ഇവിടേക്ക് വന്ന് ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ തൃക്കരം നീട്ടി അനുഗ്രഹിക്കണമെന്നാണ്. ഞങ്ങളോട് വചനം ഘോഷിക്കുവാൻ അവിടെ നയിച്ച അങ്ങയുടെ ദാസനെ ആത്മാവിൽ നിറവുള്ളവനാക്കി തീർക്കണമെന്ന്. ഞങ്ങളുടെ ബലഹീനതകളെയും ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെയും ഞങ്ങളുടെ കുറവുകളെയും അവിടുന്ന് കണക്കിടാതെ അവിടുത്തെ നീതിക്കും കരുണയ്ക്കും അനുസരണമായി ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നുന്നു. അത് ഞങ്ങളെല്ലാ കാലവും ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ഏകജാതനും പരിശുദ്ധമായിരിക്കും. മൗണ്ട് താബോർ ദേറ സുപ്പീരിയർ യൗനാൻ ഷാമുൽ റംബാൻ അധ്യക്ഷത വഹിച്ചു. ഒരുക്കത്തോടുകൂടി നാം അറിയുകയും കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതായ ആ വചനം വിത്ത് വിതയ്ക്കുന്ന സാദൃശ്യം നമ്മൾ മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുകയും ചെയ്താൽ നമുക്ക് അനുഭവവേദ്യമാകും. പ്രധാനമായി പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നും ഒരിടത്തും കാണുവാൻ സാധിക്കുന്നില്ല. ദൈവവചനത്തിൽ ജീവിക്കുവാൻ നമുക്ക് പഠിക്കണം. എല്ലാ വീടുകളിലും വേദപുസ്തകമുണ്ട്. അതിൻ്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരു സാധാരണ തന്നെ മൊബൈൽ നോക്കിയിട്ടാണ് പ്രസംഗിക്കുന്ന അച്ഛൻ പോയി അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വേദപുസ്തകം എടുത്ത് വായിക്കുന്നതിന് പകരമായിട്ട് ആ ഭാഗം അതിനകത്ത് കൂട്ട് ചെയ്ത് വായിക്കും. എന്നാൽ അതല്ല, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോട് തന്നെ ചോദിച്ചാൽ മൊബൈലുണ്ടല്ലോ, അതിനകത്തെല്ലാം ഉണ്ട്. മൊബൈലെല്ലാം ഉണ്ട്, അതിനകത്തെല്ലാം ഉണ്ട്. ഫാദർ ഷാനു എബ്രഹാം ബുധനൂർ പ്രസംഗിച്ചു. 25-ന് കുട്ടികളുടെ ഏഞ്ചൽ മീറ്റ് തുമ്പമൺ ലിറ്റിൽ ലൈറ്റ് ഗ്രൂപ്പ് നയിക്കും. വൈകിട്ട് 6:30 നടക്കുന്ന സമ്മേളനത്തിൽ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് അധ്യക്ഷത വഹിക്കും. ഡോക്ടർ ബിജു ജേക്കബ് പ്രസംഗിക്കും. 26-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് അധ്യക്ഷത വഹിക്കും. ഫാദർ ജിതിൻ ജോസഫ് ചെങ്ങന്നൂർ പ്രസംഗിക്കും. കൺവെൻഷൻ വൈസ് പ്രസിഡന്റ് ഫാദർ പീറ്റർ തോമസ് റംബാൻ, ജനറൽ കൺവീനർ ഫാദർ കുര്യൻ വർഗീസ്, ഫാദർ ബെഞ്ചമിൻ മാത്തൻ, ഫാദർ തോമസ് പി മുകളിൽ, ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ മല്ലേൽ, റജി ഉമ്മൻ, ടി കുര്യാക്കോസ്, രാജു ഇളമണ്ണൂർ, ബേബി സാമുവൽ, വി ജെ തോമസ്, സുനിത ഗോമസ് എന്നിവർ കൺവെൻഷൻ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. ഓഡിയൻസിനോടായിട്ട് വളരെ വാക്സ്വാതന്ത്ര്യമുള്ള കൂർ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ഈശ്വരവിശ്വാസികളായ നിങ്ങൾ വിഡ്ഢികളാണ്, മേശയ്ക്കടിയിൽ കരടിയുണ്ട് എന്ന് പറഞ്ഞ് കുട്ടികളെ കബളിപ്പിക്കാമെന്ന മാതിരി നിങ്ങളെ കബളിപ്പിച്ചിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ വിദ്യാർത്ഥികളെല്ലാം ശാന്തരായി. പതിവിന് വിപരീതമായി സദസ്സിൽ നിന്നും ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്ന് ശ്രീ കോവൂരിനോടൊരു ചോദ്യം ചോദിച്ചു. ഒരുപക്ഷെ മേശയ്ക്കടിയിൽ കരടിയെ കണ്ടാലോ? കോവൂരിന് ഉത്തരം മുട്ടിപ്പോയി. കുട്ടികൾ ആർത്തു വിളിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ബലാത്സംഗ ഗർഭഛിദ്ര കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിന് വീട്ടിൽ പോയി പിന്തുണ നൽകിയ CR മഹേഷ് MLA-ക്കെതിരെ പ്രതിഷേധം ശക്തം. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA-യുടെ കോലം കത്തിച്ചു. കരുനാഗപ്പള്ളി ടൗണിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബലാത്സംഗ ഗർഭചിത്ര കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിന് വീട്ടിൽ പോയി പിന്തുണ നൽകിയ CR മഹേഷ് MLA-ക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CR മഹേഷ് MLA-യുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ഇലക്ഷൻ കഴിയാൻ കാത്തിരുന്ന ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിൽ പോയി ചേർത്ത് നിർത്തുന്ന CR മഹേഷിന് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെയും ഗർഭചിത്രത്തിലൂടെ ഇല്ലാതായ കുഞ്ഞുങ്ങളോടും ഐക്യദാർഢ്യമുണ്ടോ എന്ന് പ്രതിഷേധത്തിലൂടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചോദിച്ചു. ടൗൺ ക്ലബിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ടൗൺ ചുറ്റി സമാപിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം KS അബാദ് ഭാഷെ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ മാസം 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു. വലിയ നിലയിൽ സ്ത്രീപക്ഷ രാഷ്ട്രീയവും അതേപോലെ അമ്മ മനസ്സ് കൂട്ടായ്മയും ഇവരെയൊക്കെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട്
തെരഞ്ഞെടുപ്പിന് സ്ത്രീകളുടെ വോട്ട് വാങ്ങാൻ വേണ്ടി കാണിച്ച തരികിടയാണ് എന്ന് CR മഹേഷ് ഇന്നലത്തെ ഒരൊറ്റ സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി. തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പുറത്താക്കിയ ഈ നാടിന് വേണ്ടാത്ത ഒരു MLA രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ പോയിക്കൊണ്ട് പറയുകയാണ് ഞാൻ എല്ലാവിധ പിന്തുണയും തരാമെന്ന്. ഇത് ഈ നാട്ടിലെ അല്ലെങ്കിൽ CR മഹേഷിന് വോട്ട് ചെയ്ത സ്ത്രീജനങ്ങളുടെ വെല്ലുവിളിയാണ്, കടുത്ത വെല്ലുവിളിയാണ് CR മഹേഷ് നടത്തിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ, നാട് നീളെ പടുകൂറ്റൻ ബോർഡുകൾ കണ്ടു CR മഹേഷിന്റെ. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ വലിയ സംശയമുണ്ട്. കാര്യം എന്താ? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് 25 വീട് പ്രഖ്യാപിച്ചു യൂത്ത് കോൺഗ്രസ്. അതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചു നാട്ടുകാരിൽ നിന്നും, വലിയ നിലയിൽ തുക സമാഹരിച്ചു. ആ തുകയുടെ യൂത്ത് കോൺഗ്രസ് പിരിച്ച തുകയുടെ കണക്കെവിടെ? ആ പിരിച്ച തുക ഏത് അക്കൗണ്ടിലാണ്? ഇതുമായി ബന്ധപ്പെട്ട് എത്ര വീട് യൂത്ത് കോൺഗ്രസിന് നിർമ്മിക്കാൻ കഴിഞ്ഞു? ഒരു തറക്കല്ലിടാൻ പോലും ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾക്ക് DYFIക്ക് ചോദിക്കാനുള്ളത്, ഈ രാഹുൽ മാങ്കൂട്ടനെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിൽ പോയി കണ്ടത് എന്തിനു വേണ്ടിയാണ്? രാഹുൽ മാങ്കൂട്ടൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്നല്ലോ ഈ പറയപ്പെടുന്ന വയനാട് ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ. അതുമായി ബന്ധപ്പെട്ട് നിരവധി രൂപ, കോടിക്കണക്കിന് രൂപ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം CR മഹേഷിന്റെ പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ DYFI സംശയിക്കുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് PK ഹാഷിം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി S സന്ദീപ് ലാൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തൃപ്തി ജെയിൻ, സിബി, ഷിയാദ്, അമൃത എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറിയും മാധ്യമ പ്രവർത്തകനുമായിരുന്ന CR രാമചന്ദ്രൻ അനുസ്മരണവും മാധ്യമ പുരസ്കാര സമർപ്പണവും കൊല്ലം പ്രസ് ക്ലബിൽ നടത്തി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറിയും മാധ്യമപ്രവർത്തകനുമായിരുന്ന CR രാമചന്ദ്രൻ അനുസ്മരണവും മാധ്യമ പുരസ്കാര സമർപ്പണവും കൊല്ലം പ്രസ് ക്ലബിൽ നടത്തി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകനായുള്ള ജീവിതം തനിക്ക് നൽകിയ ഉൾക്കരുത്ത് വലുതാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. നേതാക്കളായ ഒരുപാട് പേരെ CRമായുള്ള ബന്ധത്തിന്റെ പാലപ്പെടുന്ന ആളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർത്തിയാവുകയില്ല. CR കാമ്പശ്ശേരിയുടെ ശിക്ഷണത്തിൽ പത്രപ്രവർത്തനം പഠിച്ച പത്രപ്രവർത്തകരായി. അന്നത്തെ ശിക്ഷണത്തിന്റെ രീതിയെപ്പറ്റി ഇന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ടെക്നോളജിയൊക്കെ മാറി, പത്രത്തിന്റെ കെട്ടും മട്ടുമൊക്കെ മാറി, സാങ്കേതിക വിദ്യ വന്നു, പത്രങ്ങളെല്ലാം പുതിയ രീതിയിലേക്ക് മാറ്റി. അത്തരം മാറ്റമെല്ലാം അനിവാര്യമാണ്. ഇതിനകത്ത് മാറ്റത്തെ പറയാൻ ആർക്കും പറ്റില്ല, അതുകൊണ്ടേ തീരുന്നു. ആ മാറ്റമെല്ലാം ഉണ്ടാകുമ്പോൾ പത്രപ്രവർത്തകങ്ങളും പത്രസ്ഥാപനങ്ങളിലെല്ലാം ഒരുമാതിരി ഒരു വലിയ ആൾ പഠിപ്പിക്കുന്ന ഒരു ശിഷ്യത്വത്തിന്റെ പുതിയ പ്രവർത്തനങ്ങൾക്ക് മനസ്സിലാകുന്ന കാലത്തന്നെ പത്രപ്രവർത്തകർ കാമ്പശ്ശേരിയാണ് CRനൊക്കെ ഒരുപാട് പേരെ പത്രപ്രവർത്തനം പഠിപ്പിച്ചത്. CR രാമചന്ദ്രൻ സ്മാരക മാധ്യമ പുരസ്കാരം ഡോക്ടർ നടുവട്ടം സത്യശീലന് രമേശ് ചെന്നിത്തല സമ്മാനിച്ചു. പ്രവർത്തിച്ച വ്യക്തിയാണെന്ന് കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിൽ സുധീഷം വിളിച്ചിട്ട് ഞാനിവിടെ വരികയുണ്ടായി. കൊല്ലത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മാധ്യമ രംഗത്ത് വളരെയേറെ സംഭാവനകൾ നൽകിയ ഒരാളാണ് CR. വ്യക്തിപരമായി ഞങ്ങളൊക്കെ തമ്മിൽ വലിയ ബന്ധമായിരുന്നു. തിരുവനന്തപുരത്ത് വന്നാൽ പലപ്പോഴും എന്നെ വിളിക്കുകയും ഞങ്ങൾ തമ്മിൽ പരസ്പരം കാണുകയൊക്കെ ചെയ്യുന്ന ഞാനിനി വന്നപ്പോൾ ഓർക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനം കൂടിയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത മാധ്യമരംഗത്ത് സംഭാവന നൽകിയ ആളാണ് CR. അദ്ദേഹത്തിന്റെ പേരിൽ അവാർഡ് നടുവട്ട സത്യശീലന് കൊടുക്കുന്നതെന്ന് പറയുന്നതിനകത്ത് അത് വലിയൊരു കാര്യമാണ്. രണ്ടുപേരും ഈ രംഗത്ത് വളരെ ലബ്ധപ്രതിഷ്ഠരായ വ്യക്തികളാണ്. അപ്പോൾ ഈ അവാർഡ് ഞാൻ നിങ്ങളുടെ എല്ലാം പേരിൽ നടുവട്ട സത്യശീലന് നൽകുകയാണ്. CR നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും എന്നും അദ്ദേഹത്തിൻ്റെ ധന്യമായ ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ എൻ്റെ ആത്മസുഹൃത്ത് ശ്രീ ബിനോയ് വിശ്വം ഇവിടെ പറയും എന്നുള്ളത് കൊണ്ട്. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ഇന്ത്യ ദേശീയ ജനറൽ സെക്രട്ടറി MP ചെക്കുട്ടി, സാഹിത്യ നിരൂപകൻ ഡോക്ടർ PK രാജശേഖരൻ, കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു, CR ഫൗണ്ടേഷൻ പ്രസിഡന്റ് S സുധീഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ ഉപരിതല ജലസംഭരണിയുടെ സ്ഥലം കാട് കയറി നശിക്കുന്നു. പന്മന കോലം ജംഗ്ഷനിലെ ജലസംഭരണിയുടെ സ്ഥലമാണ് ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമാകുന്നത്. ഇഴജന്തുക്കളെ ഭയന്ന് ജീവനക്കാരൻ ഇവിടേക്ക് ജോലിക്കെത്തുന്നത് ഏറെ ഭയത്തോടെയാണ്. ഇരുമ്പ് പടവുകൾ തകർന്നത് കാരണം ജലസംഭരണി വൃത്തിയാക്കുന്ന ജോലികളും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പന്മന ചവറ ശുദ്ധജല പദ്ധതിയുടെ കോലം ജംഗ്ഷനിലെ
ഉപരിതല ജലസംഭരണി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാടുകയറി ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ജലം തിരിച്ചുവിടുന്ന വാൽവ് ക്രമീകരിക്കുന്നതിന് താൽക്കാലിക ജീവനക്കാരനെ ജല അതോറിറ്റി ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. രാത്രിയും പുലർച്ചെയും കാടുകയറിയ ഭാഗത്തുകൂടി വേണം വാൽവ് ക്രമീകരിക്കുന്ന സ്ഥലത്ത് എത്താൻ. ഇദ്ദേഹം ഭയത്തോടെയാണ് ഇവിടേക്ക് വരുന്നതും മടങ്ങുന്നതും. കഴിഞ്ഞ 9 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു. എൻ്റെ ഒരു സുരക്ഷിതം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിക്ക് അന്ന് തൊഴിലുറപ്പ് സ്ത്രീകളെ കൊണ്ട് വൃത്തിയാക്കി അവർ ഒരു സേവനം ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഇതാരും തിരിഞ്ഞു നോക്കിയില്ല. പലവട്ടവും അധികാരികളെ കണ്ട് പലവട്ടവും പ്രാവശ്യം പറഞ്ഞ് ഇത് കാടൊന്ന് വൃത്തിയാക്കി തരണം. രാവിലെ 5:30 വരുമ്പോഴും നല്ല ഇരുട്ടാണ്. കുറ്റി ഇരുട്ടത്ത് വരുന്ന അവസ്ഥ വളരെ ദയനീയമാണ്. എന്താ രാത്രി അതുപോലെ തന്നെ വൈകി വന്നാലും ശരി തന്നെ ഒന്ന് പൂട്ടണമെങ്കിൽ ഇവിടെ ലൈറ്റ് ഇല്ല. ഈ കാട്ടിലൂടെയാണ് തിരിച്ച് ജീവനും കൊണ്ട് പോകുമെന്ന് ഉറപ്പില്ല. അത് വളരെ വല്ലാത്ത ഒരവസ്ഥയാണ്. ഞാൻ ആരടുത്ത് പറയും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. തിരിച്ചു പോകുമ്പോൾ ജീവനോടെ പോകുമെന്ന് അറിയില്ല. ദൈവങ്ങളെ എല്ലാവരെയും വിളിച്ചാണ് ഞാൻ ഇവിടെ രാവിലെ തുറക്കാനും രാത്രികാലങ്ങളിൽ അടയ്ക്കാനും വരുന്നത്. ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ജലസംഭരണി സ്ഥിതി ചെയ്യുന്ന സ്ഥലം വൃത്തിയാക്കി അടിയിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഓഫീസുകൾക്കും മറ്റും ഉപയോഗിക്കാൻ സാധിക്കും. ഇത് സംബന്ധിച്ച് നേരത്തെ തീരുമാനമുണ്ടായെങ്കിലും നടപ്പായില്ല. ജലസംഭരണശാലയിലേക്ക് പോകുന്നതിനായി പകുതി ഭാഗം കോൺക്രീറ്റ് പടവുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഉയരത്തിലുള്ള ഭാഗത്ത് ഇരുമ്പ് നിർമ്മിത പടവുകളാണ്. ഇത് തകർന്നത് കാരണം ജലസംഭരണി വൃത്തിയാക്കുന്ന ജോലി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ്. അന്തരീക്ഷ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുകയും സാധാരണ താപനിലയേക്കാൾ 4.5 ഡിഗ്രിയിലധികം താപനിലയിൽ വ്യതിയാനം രേഖപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. 2 ദിവസം കൂടി നിലവിലെ സാഹചര്യം തുടരാനാണ് സാധ്യത. കേരളത്തിൽ അന്തരീക്ഷ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുകയും സാധാരണ താപനിലയേക്കാൾ 4.5 ഡിഗ്രിയിലധികം താപനില വ്യതിയാനം രേഖപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിലവിൽ പാലക്കാട്, കൊല്ലം ജില്ലകളിലെ കാലാവസ്ഥാ വകുപ്പിന്റെ താപനില മാപിനികളിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. എന്നാൽ പൊതുവെ സംസ്ഥാനമാകെ ചൂട് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ ജില്ലകളിലും കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നു. തീരദേശ സംസ്ഥാനമായതിനാൽ തന്നെ അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുതലായിരിക്കുകയും അതുമൂലം നമുക്ക് അനുഭവവേദ്യമാകുന്ന ചൂട് അഥവാ താപസൂചിക റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന താപനിലയേക്കാൾ വളരെ ഉയർന്നതായിരിക്കും. മേൽ സൂചിപ്പിച്ച സാഹചര്യം 2 ദിവസം തുടരുന്ന ഘട്ടത്തിലാണ് ഔദ്യോഗികമായി കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റിയുടെ സ്കൂൾ മാർക്കറ്റിന് തുടക്കമായി. AR ക്യാമ്പിലാണ് സ്കൂൾ മാർക്കറ്റ് തുടങ്ങിയത്. കൊല്ലം, കൊട്ടാരക്കര, അഞ്ചൽ എന്നിവിടങ്ങളിലാണ് പോലീസ് സൊസൈറ്റി സ്കൂൾ മാർക്കറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് സ്കൂൾ മാർക്കറ്റ് ആരംഭിച്ചത്. AR ക്യാമ്പിൽ സംഘടിപ്പിച്ച സ്കൂൾ മേള സിറ്റി പോലീസ് കമ്മീഷണർ M. ഹേമലത ഉദ്ഘാടനം ചെയ്തു. ആൾക്കാരെല്ലാം ഇത്രയും തിരക്കിലും ഇലക്ഷൻ്റെ തിരക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല റെഗുലർ റുട്ടീൻ തിരക്കുകളിലിടയ്ക്ക് ഇത്രയും ഇഫേർട്ട് എടുത്ത് ഈ ഒരു സ്കൂൾ മാർക്കറ്റ് ഇത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും എല്ലാവർക്കും സാധനം എത്തിപ്പെടാനുള്ള രീതിയിൽ ഈ ഒരു മാർക്കറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഐ അപ്രീഷിയേറ്റ് ഓൾ ദ സൊസൈറ്റി മെമ്പേഴ്സ് ഫോർ ടേക്കിംഗ് ദിസ് ഇഫേർട്ട്. ആൻഡ് ഇത്രയും ഷോർട്ട് പീരീഡിൽ ഇലക്ഷന് ഇടയ്ക്കും ഇത്രയും തിരക്കിനിടയ്ക്കും ദേ മേഡ് ഇറ്റ് പോസിബിൾ. ഐ അപ്രീഷിയേറ്റ് യു ഓൾ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റി നിർമ്മിച്ചു പുറത്തിറക്കിയ പ്രീമിയം ക്വാളിറ്റിയുള്ള ബുക്കിന്റെ പ്രകാശന കർമ്മം സിറ്റി പോലീസ് കമ്മീഷണർ നിർവഹിച്ചു. നോട്ട്ബുക്കുകൾ, ബാഗുകൾ, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, പേനകൾ, പലതരത്തിലുള്ള കുടകൾ തുടങ്ങി സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള എല്ലാത്തരം പഠനോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭിക്കും.
ഇത്തവണ ക്യാരം ബോർഡ്, ക്രിക്കറ്റ് ബാറ്റ് തുടങ്ങി സ്പോർട്സ് ഐറ്റങ്ങളും സ്ത്രീകൾക്ക് അടുക്കളയിലേക്ക് ആവശ്യമായ ചപ്പാത്തി പലക, സോപ്പ് ഡിസ്പെൻസർ തുടങ്ങി ഒട്ടേറെ ഇനങ്ങളും വിപണനമേളയിലുണ്ട്. മാർക്കറ്റിൽ 60 രൂപയിൽ ഏറെ വിലയുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള നോട്ട്ബുക്ക് കൊല്ലം പോലീസ് സൊസൈറ്റി നിർമ്മിച്ച് വിലക്കുറവിൽ 41 രൂപയ്ക്കാണ് നൽകുന്നത്. കൊല്ലം, കൊട്ടാരക്കര, അഞ്ചൽ എന്നിവിടങ്ങളിലാണ് പോലീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിപണനമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ സ്കൂൾ, കോളേജ് പഠന സാമഗ്രികളും ഒരു കൂരയ്ക്കുള്ളിൽ ലഭിക്കുന്ന നിലയിലാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത്തവണ സ്പോർട്സിന്റെ ഗുഡ്സ് അടക്കം, ക്യാരം ബോർഡ്, ഗെയിംസിന്റെ ക്യാരം ബോർഡ്, ക്രിക്കറ്റ് ബാറ്റുകൾ, അങ്ങനെയുള്ള സ്പോർട്സിന്റെ ഗുഡ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ഷോപ്പിന്റെ ഭാഗമായി കൊല്ലത്ത് നടക്കുന്ന പോലീസ് സൊസൈറ്റിയുടെ സ്കൂൾ മാർക്കറ്റിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വിലക്കുറവാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ബ്രാൻഡുകൾ, കുടയുടെ, പിന്നെ പെൻസിൽ, സ്കൂൾ സ്റ്റേഷനറികൾ, പേനകൾ, പെൻസിലുകൾ, കളർ സ്കെച്ചുകൾ, അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളും, ഒരു ബ്രാൻഡിന്റെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാ ബ്രാൻഡിന്റെയും പുസ്തകങ്ങളും മറ്റ് പഠന സാമഗ്രികളും നമ്മുടെ സ്കൂൾ മാർക്കറ്റിൽ ഏറ്റവും വിലക്കുറവിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ കച്ചവട കാലത്ത് ഫ്രീയുടെ പേര് പറഞ്ഞുള്ള ഗിമ്മിക്കുകളൊന്നും നമ്മുടെ ഷോപ്പിലില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഫ്രീ ആയി എവിടുന്നെങ്കിലും ലഭിക്കുന്ന സാധനങ്ങളെക്കാൾ വിലക്കുറവിൽ നിങ്ങൾക്ക് നമ്മുടെ കൊല്ലം പോലീസ് സൊസൈറ്റിയുടെ സ്കൂൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കും. കൊല്ലത്തും കൊട്ടാരക്കരയിലും അഞ്ചലിലും നമ്മൾ സ്കൂൾ മാർക്കറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കൊട്ടാരക്കരയിലെയും അഞ്ചലിലെയും സ്കൂൾ മാർക്കറ്റ് ആരംഭിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ നഗരസഭാ ശ്മശാനം പ്രവർത്തന സജ്ജം. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പുനലൂർ നഗരസഭ പൊതുശ്മശാനം പ്രവർത്തിച്ചു തുടങ്ങി. പ്രവർത്തന സജ്ജമല്ലാതായിരുന്ന പുനലൂരിലെ മുനിസിപ്പാലിറ്റിയുടെ ശ്മശാനം, നമ്മുടെ ഈ ഗ്യാസ് ക്രിമിറ്റോറിയം ഇന്നു മുതൽ പ്രവർത്തന സജ്ജമാണ്. സാങ്കേതിക തകരാറുകളെ തുടർന്ന് പ്രവർത്തനം നിലച്ചിരുന്ന പുനലൂർ നഗരസഭാ ശ്മശാനം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വ്യാഴാഴ്ച മുതൽ വീണ്ടും തുറന്നു പ്രവർത്തിച്ചതായി പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ അറിയിച്ചു. ക്രിമിറ്റോറിയം ഇപ്പോൾ നമ്മൾ തുറക്കുകയാണ്. കുറേയധികം കാര്യങ്ങൾ ക്രിമിറ്റോറിയം പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇനിയും ചെയ്യാൻ നഗരസഭ തയ്യാറെടുക്കാം. ഇവിടെ വരുന്ന ആളുകൾക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യം ഇല്ലായിരുന്നു. അത് ഇപ്പോൾ തൊട്ട് താഴെ അതിനൊരു ഗ്രൗണ്ട് തന്നെ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ ആളുകൾക്ക് ഇരിക്കാനും, അതുപോലെ തന്നെ പല കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയർന്നു വന്നതുപോലെ ഒരു കിണറിൻ്റെ സൗകര്യം, അതെല്ലാം നഗരസഭ പരിശോധിക്കും. ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാനുള്ള വളരെ തീവ്രമായ പരിശ്രമമാണ് നഗരസഭ നടത്തുന്നത്. യന്ത്രങ്ങളുടെ തകരാർ പരിഹരിക്കുന്നതിനായി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ നിന്നും 15 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരുന്നത്. എറണാകുളം ആസ്ഥാനമായുള്ള ഹൈടെക് ക്രിമിറ്റോറിയം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തിയത്. 2 ആഴ്ച മുൻപ് തന്നെ പണികൾ പൂർത്തിയാക്കി ട്രയൽ റൺ നടത്തി പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തിയിരുന്നു. മൃതദേഹം സംസ്കരിക്കുന്നതിനായി APL വിഭാഗത്തിന് 3000 രൂപയും BPL വിഭാഗത്തിന് 1500 രൂപയുമാണ് ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത്. ശ്മശാനം പ്രവർത്തിക്കാതിരുന്ന സാഹചര്യത്തിൽ നഗരസഭാ പരിധിയിലുള്ളവർ കിലോമീറ്ററുകൾ അകലെയുള്ള കൊല്ലം കോർപ്പറേഷൻ ശ്മശാനത്തെയോ സമീപ പഞ്ചായത്തുകളെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനും മറ്റും ജനങ്ങൾ നേരിട്ടിരുന്ന കടുത്ത ബുദ്ധിമുട്ട് പരിഗണിച്ച് നഗരസഭയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അതിവേഗത്തിലാണ് കരാർ കമ്പനി പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. ശ്മശാനത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതോടൊപ്പം പാർക്കിംഗ് ഏരിയ, ഇരിപ്പിടങ്ങൾ, പുതിയ കിണർ എന്നിവയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ BJP നേതാവിനെതിരെ കേസെടുത്തു. BJP ശാസ്താംകോട്ട മണ്ഡലം കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെയാണ് കേസെടുത്തത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു പത്മകുമാർ. യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് BJP നേതാവിനെതിരെ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിലെ സ്ഥാനാർത്ഥിയുമായ പത്മകുമാറിനെതിരെയാണ് കേസെടുത്തത്. മൈനാഗപ്പള്ളി പഞ്ചായത്ത് സമിതി മുൻ വൈസ് പ്രസിഡന്റുമായിരുന്നു പത്മകുമാർ. യുവതി പരാതി നൽകിയതോടെ ഇയാൾ ഒളിവിലാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. ബൈക്ക് പോസ്റ്റിലിടിച്ച് യുവാക്കൾക്ക് ദാരുണാന്ത്യം. ചിറക്കര സ്വദേശികളായ വൈശാഖ്, അജീഷ് എന്ന കണ്ണൻ എന്നിവരാണ് മരിച്ചത്. കല്ലുവാതുക്കൽ ചിറക്കര റോഡിൽ ശാസ്ത്രി ജംഗ്ഷൻ സമീപമായിരുന്നു അപകടം.
രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ. CR മഹേഷ് MLA-ക്കെതിരെ പ്രതിഷേധം ശക്തം. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി MLA-യുടെ കോലം കത്തിച്ചു. കരുനാഗപ്പള്ളി ടൗണിലായിരുന്നു പ്രതിഷേധം. ശാസ്താംകോട്ട ഭരണിക്കാവ് ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോം ഗാർഡിന് തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്കു. പന്മന ആറുമുറിക്കടയിൽ തെരുവ് നായക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ആട് ചത്തു. 20-ലധികം വരുന്ന നായക്കൂട്ടം വളഞ്ഞിട്ട് ആടിനെ ആക്രമിക്കുകയായിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.